മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിൽ ഏതാണ്ട് 5:30 കൂടിയാണ് ബിജുവിനെ പുറത്തെത്തിക്കുന്നത്. ബിജു അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. സന്ധ്യയ്ക്ക് കാലിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ രാജഗിരി ആശുപത്രിയിലേക്ക് അവരെ ഈ ഘട്ടത്തിൽ മാറ്റിയിട്ടുണ്ട്. അവരുടെ പരിക്ക് ഏത് നിലയിലുള്ളതാണ് എന്നുള്ളതിന്റെ വിശദാംശങ്ങളടക്കം ഇനിയും പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേസമയം നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് മരണപ്പെട്ട ബിജുവിന്റെ മൃതദേഹമുള്ളത്. സംസ്കാര നടപടികളടക്കം കടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ബിജുവിന്റെ ബന്ധുക്കളടക്കം താമസിക്കുന്നത്. കോട്ടയത്ത് പഠിക്കുന്ന ഒരു മകൾ ഉണ്ട് ബിജുവിന്. മകൾ എത്തിയാൽ ഉടനെ തന്നെ സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതിനു മുമ്പായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് ദുരന്തത്തെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതം അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ പക്ഷേ ഈ ദുരന്തം ബാധിച്ച മനുഷ്യരുണ്ട്. ഇവിടെ 22ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന പ്രദേശമാണ് ഇവിടെയുള്ള 8 മുറി ലക്ഷം വീട് കോളനി. അതിൽ ഏതാണ്ട് 10ഓളം വീടുകൾ തകർന്നിട്ടുണ്ട്. 4-3 വീടുകൾ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്രത്തോളം ഭീതിതമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തമെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഏതാണ്ട് 10 അടിക്ക് മുകളിൽ വലിയ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കീഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരു നിര വീടുകൾ തന്നെ ഈ മണ്ണിനടിയിലായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണിത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വീഴ്ചകളാണ് ഈ നിലയിലുള്ള വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോയത് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്, പ്രസക്തമാണ് ആ കാര്യം എന്നുള്ളതാണ്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയായിരുന്നു ദേശീയപാത അതോറിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ ഉറപ്പില്ലാത്ത മൺഭാഗമുള്ള ഇടങ്ങളിൽ അടിഭാഗത്ത് പാറകളുണ്ട്. ആ പാറകൾ തുരക്കാൻ വേണ്ടി ശക്തമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പാറ തുരക്കുമ്പോൾ വലിയ വൈബ്രേഷൻ ഉണ്ടാവുകയും മുകൾഭാഗത്തുള്ള മേൽമണ്ണ് കുലുങ്ങുകയും അവിടെ വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തുലാവർഷ പെയ്ത്ത് അതിശക്തമായ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണമായ മഴ കൂടി വന്നപ്പോൾ ഈ മണ്ണ് തീരെ ദുർബലമാവുകയും അത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം വെള്ളിയാഴ്ച വൈകിട്ടാണ് മണ്ണിടിഞ്ഞു വീഴുന്നത്. വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീഴുന്നു. മൂന്നാറിലേക്കുള്ള ദേശീയപാത പൂർണ്ണമായും അടയുന്ന സാഹചര്യമുണ്ടായി. ഒരു പകൽ മുഴുവൻ കിട്ടിയിട്ടും ആ മണ്ണ് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എന്നിട്ടും അന്ന് രാത്രി അഥവാ ശനിയാഴ്ച രാത്രി വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളാണ് ഇവിടുത്തെ ഈ തൊട്ട് താഴെ താമസിക്കുന്ന 22 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ, അതിനുള്ള മുൻകരുതൽ ഒഴുക്കുന്നത്. തൊട്ടടുത്തുള്ള അടിമാലി ഹൈസ്കൂളിലേക്ക്, ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് 22 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. മാറ്റി താമസിപ്പിച്ച് ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഈ അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ അപകടം സംഭവിക്കുന്നു. ആദ്യഘട്ടത്തിൽ എല്ലാവരെയും മാറ്റി പാർപ്പിച്ചതുകൊണ്ട് ആശ്വാസകരമായിരിക്കും കാര്യങ്ങൾ എന്ന് പ്രതീക്ഷിച്ചിരുന്ന നാട്ടുകാർക്ക് മുൻപിലേക്കാണ് 2 പേർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എത്തുന്നത്. വലിയ ആശങ്ക അത് സൃഷ്ടിക്കുകയായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം ആണ്. ഇവിടുത്തെ ജനപ്രതിനിധി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഈ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? അല്ല, ഇതെപ്പോഴും വേണമെങ്കിൽ ഇടിയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവരെയൊക്കെ മാറ്റി സ്കൂളിലേക്ക് മാറ്റിയത്. കാരണം അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കുമ്പം, പക്ഷേ ഇന്നലെ ഇടിയും മഴയില്ലാത്തപ്പോൾ എങ്ങനെ ഇടിഞ്ഞു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. മണ്ണിടിഞ്ഞാലും ഇത്ര ഇങ്ങോട്ട് വരുമെന്നോ റോഡിൽ കിടക്കും എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മണ്ണിനടിയിൽ പെട്ടുപോയ ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? എത്ര കുടുംബങ്ങൾ ഈ മണ്ണിനടിയിൽ വീടുകളുണ്ട്? ഈ 6 ലക്ഷം വീട് പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെയാണ് ഈ ബിജുവിൻ്റെ മറ്റൊരു വീട് 8 വീട് ആണ് മണ്ണിൻ്റെ അടിയിൽ തകർന്നു പോയേക്കുന്നത്. ഇത് തകർന്നില്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള 2-3 വീടുകൾ ഇപ്പം താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ട് ഇനി ഒരു തരത്തിൽ ഈ പ്രദേശത്ത് താമസം സാധ്യമാകുന്ന രീതിയിലല്ല അല്ല. അതൊക്കെ ഇനിയിപ്പോൾ ആലോചിച്ച് ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ ഒക്കെ കുടുംബങ്ങളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി ലക്ഷം വീടല്ലേ, നമുക്കറിയാവുന്നല്ലേ. കൂലിവേല ചെയ്ത് ഒക്കെ ജീവിക്കുന്ന ആളുകളല്ലേ കൂടുതലും. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് മീൻ കച്ചവടമുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ഉണ്ട്. ഈ ബിജു ആണെങ്കിലും ഭയങ്കര അധ്വാനിയാണ്. എന്തു തൊഴിലും ചെയ്യും. പശു വളർത്തും, ആട് വളർത്തും, ഇത് ചുമക്കാൻ പോവും, കടയിൽ തിരക്കുള്ളപ്പം മലന്തിരിക്കടയിൽ ലോഡ് കയറ്റാൻ പോവും, തടിപ്പണിക്ക് പോവും. അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്ന ഒരാളാണ് ബിജു.
തീർച്ചയായും ദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ബിജുവിനെ കുറിച്ച് നാട്ടുകാരുടെ അടുത്ത് തിരക്കുമ്പോൾ ആ നിലയിൽ വളരെ റെസ്പെക്റ്റോടു കൂടിയുള്ള ബഹുമാനത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. കടുത്ത അധ്വാനിയായിരുന്നു. ജീവിതത്തിൽ മകൻ മരിച്ചു പോകുന്ന അടക്കമുള്ള വലിയ ദുരന്തങ്ങൾ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ടും ജീവിതത്തെ പോരാട്ട മനസ്സോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ അതിന്റെ ഒരു യാദർച്ഛികത കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. എത്ര നൈമിഷികമാണ് ജീവിതം എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ബിജുവിനും കുടുംബത്തിനും ഉണ്ടായ ദുരന്തം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തൽക്കാലത്തേക്ക് ഒന്ന് വീട്ടിലേക്ക് വന്നതാണ്, അവരെ മാറ്റി പാർപ്പിച്ചതാണ്. എന്നിട്ടൊരു ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടിൽ വന്ന സമയത്താണ് ഈ വലിയ അപകടം ഉണ്ടായതെന്നുള്ളത് കൂടിയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ കൂടെ മറ്റ് പാർപ്പിച്ചത് എത്രയോ വലിയ കാര്യമായി, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും വലിയ ദുരന്തം. അതെ, ഈ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സന്ധ്യ, ഈ മരിച്ച ബിജുവിന്റെ ഭാര്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അപ്പോൾ സന്ധ്യയുടെ പിതാവ് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു, അതുകൂടി ഒന്ന് കേൾക്കാം. ബിജുവിൻ്റെ അനിയൻ്റെ വീടാണ് കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചോറുണ്ട് വെച്ച് പോകാമെന്നും പറഞ്ഞ് ഇവിടെ വന്നതാണ്. അന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ബിജുവിന്റെ മറ്റു മക്കളും മറ്റുള്ളവരൊക്കെ, ബിജുവിൻ്റെ മകൻ കഴിഞ്ഞ വർഷം ക്യാൻസറായിട്ട് മരിച്ചുപോയി. അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മകള് കോട്ടയത്ത് കങ്ങട എന്ന് പറഞ്ഞ കോളേജിൽ BSc നഴ്സിംഗിന് പഠിക്കുന്നു. അപ്പൊ ഇത്തരം വലിയ അപകട സാധ്യത ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു അല്ലേ? മുന്നറിയിപ്പ് ലഭിച്ചോന്ന് എനിക്കറിയില്ല, കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ വീട് കമ്പിലേ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മക്കളുടെ ഭർത്താവാണ് ബിജു എന്ന് പറയുന്നത്. ഈ സന്ധ്യയോട് എപ്പോഴാണ് അവസാനമായി സംസാരിച്ചത്? സന്ധ്യയോട് ഞാൻ ഇന്നലെ ഫോണിൽ കൂടെ സംസാരിച്ചായിരുന്നു. വീട്ടിലേക്ക് വിളിക്കും, എന്നും വൈകുന്നേരം വിളിക്കും. ഞാനും ഭാര്യയും വീട്ടിലാണ്, അവിടെ മകനടിമാനിലാണ്. അങ്ങനെ ഒരു ദുരന്തം പ്രതീക്ഷിച്ചിരുന്നില്ല? ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു.